എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നന്ദിയുണ്ട് എല്ലാവരുടെയും സ്നേഹത്തിനും ആദരങ്ങൾക്കും. നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഭാരതത്തിന്റെ ഭദ്രതയ്ക്കും നന്മ നിറഞ്ഞ ഭാവിക്കുമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. രാജ്യത്തെ തകർക്കുന്ന അഴിമതി, അക്രമം, അനീതി ഇവയ്ക്കെതിരെ ശക്തമായി പോരാടുക. ഇപ്രകാരമുള്ള നിങ്ങളുടെ കർത്തവ്യത്തെ മറക്കരുത് എന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുമ്പോഴും ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ദാദാജി എന്നാണ് വിളിച്ചിരുന്നത്. തൊപ്പിയും നീണ്ട ജുബയും ചുവന്ന റോസാപ്പൂ പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള നെഹ്റു കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്ത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കുട്ടികളെ പോലെ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിഹരിക്കേണ്ടതാണ് കുട്ടികൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. രാഷ്ട്രത്തിന്റെ ഭാവി അവരുടെ കൈകളിലാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. ഭാരതീയ ശില്പി കൂടിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. രാജ്യമെങ്ങും ശിശുദിനമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. മുഴുവൻ വിദ്യാലയങ്ങളിലും അടക്കം ഇന്ന് വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളും വിവിധ പരിപാടികളോടുകൂടിയാണ് ഏറ്റവും ഭംഗിയായി ശിശുദിനം ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയമാണ് നമ്മുടെ വട്ടേക്കാട് നെഹ്റു മെമ്മോറിയൽ LP സ്കൂൾ. എല്ലാ വർഷവും ഈ ദിനത്തിൽ വളരെയേറെ ഭംഗിയായിട്ടുള്ള ആഘോഷമാണ് സ്കൂളുകളിൽ നടന്നിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന PTA-ക്കും അധ്യാപകർക്കും പ്രത്യേകം ഈ അവസരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ ഇവിടെ കൊച്ചു ചാച്ചാജിമാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ സബ് ജില്ലാ തലത്തിലുള്ള കലാ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാലയമാണ് ഈ നമ്മുടെ വട്ടേക്കാട് സ്കൂൾ. മാർപ്പിടി റോസാ പുഷ്പങ്ങൾ പോലെയാണ് കുട്ടികളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അവസരത്തിൽ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ വൈകിവേളയിൽ അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും സഹായങ്ങളും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ ആശംസ നിർത്തുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സിനി, NMC LPSലെ HM ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ആരാണെന്ന് അറിയാമോ? നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല കുട്ടികളാകണം, മാതാപിതാക്കളെ അനുസരിക്കണം, ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, സ്നേഹികളായി വളരണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ന് എന്റെ ജന്മദിനത്തിൽ എന്റെ പേരിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയമായ വട്ടേക്കാട് NMC LPS സംഘടിപ്പിക്കും. വരും വഴിയിൽ എന്റെ ജന്മദിനമായ ഇന്ന് ഇന്ത്യയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ഞാൻ ഏറെ ബന്ധങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? പ്രിയമുള്ളവരെ, ചിന്തിക്കണം, തിരിച്ചറിയണം, തിരുത്തണം.
നവംബർ 14 ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ. നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്നുണ്ട്, ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാരണങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. കുട്ടികളോടൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ആദ്യത്തെ ശില്പിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്ക് വരായ ആക്രമണമില്ലാത്ത ഇന്ത്യയാണ് ചാച്ചാജി സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ചപ്പോൾ നമുക്കും പഠിച്ചു വരുന്ന ഇന്ത്യക്ക് വേണ്ടിക്കാം. ചാച്ചാജി പേരിലുള്ള വിദ്യാലയത്തിലാണ് ഞാൻ പഠിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നമസ്കാരം. ജയ ചാച്ചാജി. ഉറക്കെ പറഞ്ഞേ. ജയ് ചാച്ചാജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ചാച്ചാജിയുടെ ശരിക്കുള്ള പേര് പറ. നെഹ്റു. അപ്പൊ നമ്മള് നെഹ്റുവിന്റെ ഒരു പാട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇവരൊക്കെ പ്രസംഗം പറഞ്ഞു. ഇനി മക്കൾ ആ പാട്ടൊന്ന് പാടുവാ. ആഘോഷ പരിപാടികൾ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിനായി അവസരം തന്ന രജു ടീച്ചറിനും ഹെൽപ്പർ ബിന്ദു ടീച്ചറിനും ഒപ്പം ഇവിടെയുള്ള കൂടിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെ പേരിൽ പിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്ത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മാത്രമേ ചാച്ചാജി പറഞ്ഞതുപോലെ കുട്ടികൾ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയായി മാറുകയുള്ളൂ. ഈ നെഹ്റുവിന്റെ പേരിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയമായ വട്ടേക്കാട് NMCLPSലാണ് ഞാൻ പഠിക്കുന്നത് എന്ന് മാത്രമല്ല, മികച്ച വിദ്യാഭ്യാസവും കുട്ടികളായ ഞങ്ങളുടെ ശോഭനമായ ഭാവിക്ക് എല്ലാം ഞങ്ങൾക്ക് അവിടെ നിന്ന് നമുക്കൊരു കുറച്ച് പുസ്തകമായല്ലോ. നവംബർ 14 ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ. നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ന് എന്റെ ജന്മദിനത്തിൽ എന്റെ പേരിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയമായ വട്ടേക്കാട് NMCLPS സംഘടിപ്പിക്കുന്ന ശിശുദിന റാലിക്കൊപ്പമായിരുന്ന് വിദ്യാലയങ്ങളിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കുട്ടിക്കുരുന്നുകൾ നടത്തുന്ന വർണ്ണാഭമായ പരിപാടികൾ കണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു. ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാരണങ്ങൾക്കും
അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ ഒപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യൻ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചാച്ചാജി കൃഷി റോസാപ്പൂക്കളുമായി കുട്ടികളെല്ലാവർക്കും ചങ്ങാതി വിളിച്ചിട്ട് വെള്ളത്തിരിച്ചിട്ട് കുട്ടികളിൽ ചങ്ങാതി. അലഹബാദിൽ ഉദിച്ചുയർന്നൊരു